ഒറ്റയ്ക്ക് റന ഇല്ലാണ്ടിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഹയാനായിരിക്കും ഇനി എൻ്റെ വലത് കൈയും ഇടം കൈയും ഇവിടെ ഒക്കെ മടക്കി ആ റൂം ശരിയാക്കി മറ്റേ ശരിയാക്കി ഒക്കെ ശരിയാക്കി അരക്കാളിലൊക്കെ അവിടെ കൊണ്ട് ഇട്ട്. പക്ഷെ വാഷിംഗ് മെഷീനിൽ ഉള്ളത് ഐസ്ക്രീം അവിടെ നല്ല. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. പഴുത്തതിന് വേണ്ടി വാങ്ങിച്ചതാണ്, ഇങ്ങനെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് പഴവും അതേപോലെ 4 നേന്ത്രപ്പഴമാണ്. ഞാനൊരു 3 മുട്ട എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പഴത്തിലും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക കേട്ടോ. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ ഓൺ വോയിസിലുള്ള വീഡിയോസൊന്നും ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇടലില്ല. പക്ഷെ ഇന്നത്തെ വീഡിയോ ഏതായാലും അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കട്ട ശോകത്തിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. റാനക്കുട്ടി കുറച്ച് ദിവസം എന്നെ വിട്ടു പോകുന്ന ആ ഒരു ശോകത്തിലാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ ഈ പഴം കട്ട് ചെയ്തതിലേക്ക് 3 മുട്ടയും കൂടെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയിൽ ഒരു സംഭവം ഇട്ടു എന്ന് വിചാരിച്ച്, അതായത് ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അല്ല, ഇതാണ് പനഞ്ചക്കര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടി അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മളിത് ഫുള്ളായിട്ട് ഉണ്ടാക്കുക. കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്തി തരാം. സ്കിന്നുമായിട്ട് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഞാൻ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഒരു സംഭവം ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് വന്നിട്ട് രാത്രിയൊക്കെ ഉറക്കം കുറവാണ്. നമ്മുടെ എഡിറ്റിംഗ് മറ്റേതും മറിച്ചതൊക്കെ ആയതുകൊണ്ട് തന്നെ ഫേസൊക്കെ ചില സമയം ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ട് തോന്നും. കാരണം ഫോണിൽ നിന്ന് വരുന്ന ആ ഒരു രശ്മികളൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് പിഗ്മെന്റഡ് ആയിരുന്നു. പിന്നെ അതുപോലെ അണ്ടർ ഐ ഒരു ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. റാനക്കുട്ടിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തത് ക്യൂർ സ്കിൻ ആപ്പിനെ കുറിച്ചിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിൽ വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്കിൻ പ്രൊഡക്റ്റ് ആയിരിക്കും, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരേയുള്ള സംഭവമായിരിക്കും ഉണ്ടാവുക. പക്ഷെ എൻ്റെ സ്കിന്ന് എന്ന് പറയുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ അങ്ങനെ ചെയ്യുക. എൻ്റെ സ്കിൻ എങ്ങനെയാണോ, ഓയിലി ആണോ അല്ല ഡ്രൈ ആണോ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണോ നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് ഓരോ മരുന്നുകൾ അവർ സജസ്റ്റ് ചെയ്യുന്നത്. സെയിം നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ക്യൂർ സ്കിൻ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് നമ്മൾ പുരുഷനാണോ സ്ത്രീ ആണോ എന്നുള്ളത് ചോദിക്കും. പിന്നെ അതുപോലെ ഫേസിന് മാത്രമല്ല നമ്മുടെ ഹെയർ പ്രോബ്ലംസിനും അതിന് സൊല്യൂഷൻ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തത് പിഗ്മെന്റേഷൻ ആണ് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഹെയർ പ്രോബ്ലം കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ അൺഡ്രൈനും കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കൊടുത്ത സമയത്ത് ലൈവായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് നമ്മുടെ ഇതിൽ ചാറ്റ് ചെയ്യും. ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സ് നേരിട്ട് ചോദിക്കുന്ന പോലെ അവർ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലെങ്കിൽ കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ, ബേബി ഉണ്ടോ, ഫീഡ് ചെയ്യുന്നുണ്ടോ, ഇതുപോലെയുള്ള കുറേ പ്രോബ്ലംസ്, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, മരുന്നിന്റെ അലർജി ഉണ്ടോ, അങ്ങനെ എല്ലാം ചോദിച്ചതിന് ശേഷം നമ്മുടെ സ്കിന്ന് ഒരു ഫോട്ടോ, അതായത് നമ്മുടെ ഫേസ് ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ പറയുന്നുണ്ട്. ഒരു ഫോട്ടോ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അയക്കണം, ഒരെണ്ണം ഇങ്ങനെ ചെരിഞ്ഞിട്ട് എടുത്തിട്ട് അയക്കണം. അപ്പൊ നമ്മുടെ സ്കിന്നിൽ പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് മാത്രമുള്ള പ്രോബ്ലംസ് എന്താണെന്നുള്ളത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഇത് ഇവിടെയൊക്കെയാണ് ഓരോ പ്രോബ്ലം, അതായത് ഈ പിഗ്മെന്റേഷൻ ആണ് കണ്ടത്. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് എന്റേതായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് എന്തൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ളത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓരോന്നിനും വേറെ വേറെ പ്രോഡക്ട്സ് ഓരോരുത്തർക്കും ഓരോ സ്കിന്നിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അവർ അയച്ചു തന്ന പ്രൊഡക്റ്റ് ആണ് ഇത് കേട്ടോ. ഒരു ഫേസ് വാഷ് ആണ് ക്യൂർ സ്കിന്നിന്റെ. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും റിഫ്രഷ് ആയിട്ട് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഫോമാണ് കേട്ടോ. നറിഷ് ചെയ്യാനും റിപ്പയർ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു മുറിവ് പോലെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു അതിനെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണ്. ഇത് ഈ ഒരു ഇത്ര നുള്ളെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് തേക്കുമ്പോൾ തന്നെ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ പിഗ്മെന്റേഷൻ വരാനുള്ള മെയിൻ സംഭവം നമ്മൾ സൺസ്ക്രീന് ഡെയിലി യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ് തന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് SPF 30 PA ട്രിപ്പിൾ+ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. സിങ്ക് ഓക്സൈഡും പ്രീബയോട്ടിക്സ് ഒക്കെ അടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ. ഈ
പൊതുവേ നമ്മൾ ഈ സൺസ്ക്രീനൊക്കെ തേക്കുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഞാൻ തേച്ച് നോക്കിയ സമയത്ത് കണ്ടില്ല, അങ്ങനെ ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ട്. വൈറ്റ് കാസ്റ്റോ മറ്റതോ ഒന്നും ഇതിൽ കാണുന്നില്ല. നെക്സ്റ്റ് ഒരു ഇതാണ്. ഇത് വന്നിട്ട് ഗ്ലൈക്കോ ക്ലിയർ ക്രീമാണ്. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനുമായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതും നമുക്കൊരു കുഞ്ഞ് ഇതുപോലെ ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ട് നല്ല ചേഞ്ചസ് അറിയും. ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മാസം ഏകദേശമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഡോക്ടറായിട്ട് നേരിട്ട് ലൈവായിട്ട് ചാറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കാണിക്കാൻ പറ്റും. ഇനി അടുത്ത മാസം വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും അവർ സജസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ മറന്നു എന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് കാണിക്കാനായിട്ട് മറന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് കൺസൾട്ടേഷൻ്റെ ടൈം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ഉപകാരമാണ്. നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് പുറത്ത് പോകാണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൺസൾട്ടേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഡോക്ടറായിട്ട് ചാറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ പറയാം. അപ്പോൾ അവരൊരു ബോക്സ് നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ബോക്സ് അവർ സജസ്റ്റ് ചെയ്യും. അത് വാങ്ങുന്ന സമയത്ത് 1499 രൂപയാണ് വരുന്നത്. അത് വാങ്ങുന്ന സമയത്ത് എൻ്റെ ഈ താഴെ കാണിക്കുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 റുപ്പീസ് ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസ് ഇൻഷാല്ലാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുടിക്കാണെങ്കിലും നമ്മൾ പുറമെ എന്ത് ചെയ്തിട്ടും വലിയ റിസൾട്ട് ഇല്ലാത്തവർക്ക് പറയാനുള്ളതാണ്, നമ്മൾ കഴിക്കുന്ന സംഭവം കൂടെ അതിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഡയറ്റ് നന്നായിട്ട് നോക്കണം. അപ്പോൾ ഈ ഡോക്ടേഴ്സ് വന്നിട്ട് നമുക്ക് ഡയറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും കൂടെ അവർ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ആണെങ്കിലും മുടീൻ്റെ ആണെങ്കിലും പ്രോബ്ലംസ് നമുക്ക് മെല്ലെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ പുറമെ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ദേ കിച്ചണിൽ നിന്ന് ഞാൻ ഓടി വന്ന് എൻ്റെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് എൻ്റെ വണ്ടി കുറച്ച് കംപ്ലൈൻ്റ് ആണ്, ഓടിക്കാതെ വെച്ചിട്ട് കേട്ടോ. വെറുതെ പേരിന് വാങ്ങി വെച്ചിട്ട് ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ ദിവസം പെട്രോൾ കിട്ടാതിരുന്നു. പിന്നെ അതിന് ശേഷം പെട്രോൾ കിട്ടിയപ്പോൾ സെൽഫ് സ്റ്റാർട്ടില്ല, ഹോണില്ല, ഹെഡ്ലൈറ്റ് ഇല്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ്. അപ്പോൾ അത് നേരാക്കാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ അമ്മാനെ വിളിച്ച് പറഞ്ഞ് ആരും നേരാക്കി തന്നില്ലെങ്കിൽ ഞാൻ വണ്ടി ഉരുട്ടി കൊണ്ടുപോയിക്കോളാം, എന്താ പറയുക, വർക്ക്ഷോപ്പ് എവിടെയെന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്ത വേഗം ആളിനെ കൂട്ടിയിട്ട് വന്ന് ശരിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആക്ച്വലി പക്ഷെ അത് ശരിയായില്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല, സെൽഫ് സ്റ്റാർട്ടൊന്നും. പിന്നെ അപ്പോഴേക്കും ഇതേ ഞാൻ കിച്ചണിലേക്ക് ഓടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടിപിടിച്ചോ എന്നുള്ള സംശയം അവിടെ നോക്കി നിന്നപ്പോൾ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അപ്പം പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ പക്ഷെ അപ്പം പോലെയല്ല ആക്കുന്നത്, അതുപോലെ കുഞ്ഞു ഇതാക്കിയിട്ട് ഇങ്ങനെ ചിക്കിയെടുക്കുന്ന പോലെ ആക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മക്കൾക്ക് വെയിറ്റ് ഗെയിനൊക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വേണമെങ്കിൽ കൊടുക്കാം. ഒരു 9 മാസം കഴിഞ്ഞ ഉള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് കൊടുത്തു തുടങ്ങാം. ഞാനിത് വന്നിട്ട് നമ്മുടെ റനക്കുട്ടിയും ഹയാനും മാത്രമുള്ള സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ജെല്ലി പോലെ ആക്കാനും വേണ്ടിയിട്ട് ജലാറ്റിൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പം അത് ചെയ്യുന്നില്ല. അടുത്തത് ഞാൻ നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ വിളമ്പിയിട്ട്. പിന്നെ നമ്മുടെ കാഷ്വൽ ടോക്കാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബേബിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് മഹരിബ് നിസ്കാരത്തിന് ശേഷം ഉള്ള ഞങ്ങളുടെ ഒരു സംസാരമാണ് കേട്ടോ വീട്ടെടുത്തത്. ഹയാനെ കാണാനില്ല എന്നെല്ലാവരും പറഞ്ഞു. ഹയാൻ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ഹയാൻ്റെ സംസാരിക്കാം. ഹയാൻ വലിയ ചെക്കനായിട്ടാ, ചെറിയ മീശയൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. അവന് നാണം വന്ന് അല്ലേ? നോക്ക്, നിങ്ങൾ നോക്ക്, നമുക്ക് വീഡിയോയിൽ വരാൻ നാണുണ്ടാ? അത് പറയണ പോലും വിഴുങ്ങിട്ടാ പറയണത്. നിന്റെ ഫാൻസ് ഒക്കെ ഇതാ നിന്നെ നോക്കണുണ്ട്, ഒരേ ഹയാൻ ഫാൻ. പിന്നെ ബേബീനെ എടുക്കണം. മിക്ക വീഡിയോയിലും മിക്ക ഫോട്ടോയിലും നമ്മുടെ ഹയാൻകുട്ടനായിരിക്കും ബേബീനെ എടുക്കുന്നത്. അതിന്റെ റീസൺ പറയാ ഞാൻ എടുക്കാം. ഞാൻ പറയട്ടെ എന്താ റീസൺ എന്നുള്ളത്? പറയട്ടെ. എന്ത് എല്ലാരും അങ്ങനെ പറയണത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഹയാൻ പാവം കുട്ടീനെ എടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? ക്യാമറ ഓൺ ആക്കിയത് കണ്ടത് വേഗം കൊണ്ട് കുട്ടീനെ ഞാനെടുക്കാം. അവൻ അറിയാതെ കൈ താഴേക്ക് പോയതാണ്. താഴെ ബേബി ഉണ്ട്. അപ്പൊ ഓടി വന്നിട്ട് കുട്ടീനെ ഞാൻ എടുക്കാൻ പറയാം. എന്താ സംഭവം? അപ്പൊ വീഡിയോയിൽ എല്ലാരും കണ്ടിട്ട് ഹയാന്റെ അടുത്ത് സിമ്പതി കാണിക്കൂലേ, ആ സിമ്പതി ഭയങ്കര ഇഷ്ടം.
അതൊരു വാസ്തവമാണ്. പക്ഷെ ഹയാൻ നന്നായിട്ട് നോക്കൂട്ടാ അല്ലേ ഹയാൻ? നോക്കില്ലേ? ഹയാന്റെ പെറ്റാണ് ബേബി അല്ലേ? അല്ലേ? നീ എന്തിനു പേടിക്കുന്നേ? ആ ശരി. അപ്പോൾ ഏതായാലും ഹയാനെ കാണിച്ചില്ല എന്നുള്ള വിഷമം ഇതോടുകൂടെ തീർത്ത് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താണ് ഈ ഡ്രസ്സിൽ എന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പം മഹരിബ് കഴിഞ്ഞിട്ടുള്ളൂ. മഹരിബ് കഴിഞ്ഞ് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത് നമ്മുടെ റനക്കുട്ടി നമ്മളെ വിട്ടിട്ട് എന്നെ വിട്ടിട്ട് അവൾ ഒറ്റയ്ക്ക് പോവാണ്. അതെ, ഫ്രണ്ട്സിനോട് സ്കൂളിൽ അമ്മ റിക്വസ്റ്റ് ഇട്ടോ അമ്മയെ കൂട്ടിട്ട് പോകും നോക്ക്. റന പോവാണ് പറയുമ്പോൾ ഫുള്ള് ഞാൻ കട്ട ശോകത്തിലായിരുന്നു ഗൈസ്. ഇങ്ങോട്ട് വാ. അപ്പോൾ റനക്കുട്ടി എങ്ങടാ പോണെന്ന് വെച്ചാല് ഞാൻ മൈസൂർക്ക് പോകണം ഗൈസ്. പോയി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നിക്കട്. ഇല്ല, കളർ പോരെ. അപ്പോൾ റനക്കുട്ടി മൈസൂരിലേക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോവാണ്. അവള് പോയി എൻജോയ് ചെയ്യട്ടല്ലേ. ഞാനോ ഇവിടെ ഒറ്റയ്ക്ക്. അപ്പൊ എന്റെ ചെറിയൊരു ബാഗ് ടൂറോ? എന്തൊക്കെ ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഫ്രിഡ്ജ് ടൂറ്, കിച്ചൺ ടൂറ്, ബെഡ്റൂം ടൂറ്, ബാത്റൂം ടൂറ്. ഇതപ്പോഴേ നമ്മൾ ബാഗ് ടൂർ. അവൾ എന്തൊക്കെ പാക്ക് ചെയ്തെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഏതായാലും ഞാൻ കട്ട ശോകത്തിലാണ്. 3 ദിവസം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് റന ഇല്ലാണ്ടിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഹയാനായിരിക്കും ഇനി എൻ്റെ വലത് കൈയും ഇടം കൈയും അല്ലടാ. വലത് കൈ, ഇടത് കൈ, വലത് കാല്, വലത് കാല്, വലത് കൈ ഒക്കെ ഇനി ഹയാനാണ് അല്ലേ? ഹയാൻ അല്ലേ? അന്തം വിട്ട് നോക്കണ അല്ല എന്റെ തലക്കായ. എന്താണ്? ഞാൻ 3 ദിവസം സമാധാനം പറഞ്ഞിട്ടിരിക്കുന്നത്. ദീദി പോണെന്ന് എനിക്ക് സമാധാനമാണ്. അപ്പോൾ റനക്കുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റനക്കുട്ടീനെ ആക്ച്വലി വീട്ടിലായിരുന്നു. റനക്കുട്ടീൻ്റെ അതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പെൺകുട്ടികളുടെ ടൂർ പോണത്. പക്ഷെ ഞാൻ ഏതായാലും അവൾക്ക് ഫ്രീഡം ഞാൻ കൊടുക്കല്ല, അവളുടെ ഫ്രീഡം ഞാൻ അനുവദിച്ചു. അത്രേ ഉള്ളൂ. ഫ്രീഡം എന്ന് പറയുന്നത് ആരും ആർക്കും കൊടുക്കുന്നതല്ല. അത് അവർക്ക് അവകാശപ്പെട്ട സംഭവങ്ങളാണ്. അത് നമ്മൾ കൊടുക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ അവൾ ടൂർ പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വരട്ടെ. എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും. ചെറിയൊരു കുശുമ്പ് ഗൈസ്, കുശുമ്പ്. എന്നെ കൂട്ടിയിട്ട് പോകാൻ ആരുമില്ല. പക്ഷെ ഞാൻ നോക്കി കൊടുക്കും. ഉമ്മമാരെ കൊണ്ടുവരുന്നത് കുഴപ്പമുണ്ടോ? ഇല്ലേ? കുഴപ്പമുണ്ട്. അപ്പൊ ശരി, നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ. 3 ദിവസം ടൂറ് പോവാന് 30 ഡ്രസ്സ് എടുത്തിട്ടുള്ള പോലെ എന്തൊക്കെയോ സാധനം എടുത്തിട്ടുണ്ട്. ഞാനൊരു സംഭവം കാണിച്ചിട്ട് ആ പാന്റിൽ നിങ്ങൾ ചളി ഇപ്പൊ കണ്ടില്ലേ ഗൈസ്? നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ കാലിന്റെ അടിയിൽ ചളിയും വെച്ചിട്ട് ഇങ്ങനെ വരച്ച് നടക്കുള്ളൂ. മടക്കിയതിന്റെ കോല അതാണേ എടുത്തിട്ടുള്ളത്. ഒരു പേർ യൂണിഫോം ഇത് ഉണങ്ങിയിട്ടില്ല. അമ്മനെ കൊണ്ട് ഞാൻ ഉണക്കാനിടാൻ പറഞ്ഞു. അമ്മ ഉണക്കാനിടാൻ മറന്നുപോയി ഗൈസ്. ഞാൻ പറയാം, ഇന്ന് രാവിലെ തുടങ്ങിയ പണി ഒരാഴ്ചന്റെ തുണികള് മല പോലെ കുനിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ നമ്മൾ പറയുമ്പോൾ മലപ്പുറം ചെയ്യാം. അത് ഹയാനൊരു സുഖമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അങ്ങനത്തെ സ്വഭാവം പാടില്ല, മോശമാണ്. അവൻ ഇനി ചെയ്യില്ല അല്ലേ ഹയാൻ? ആ, അപ്പം രാവിലെ കുറേ പണികൾ അതും ഇതൊക്കെ കഴിഞ്ഞ് ബേബീനെ ഒന്ന് ഉറക്കിയിട്ട് തുണിയൊക്കെ മടക്കി ആ റൂം ശരിയാക്കി മറ്റേത് ശരിയാക്കി ഒക്കെ ശരിയാക്കി അരക്കാളിലൊക്കെ അവിടെ കൊണ്ട് ഇട്ട്. പക്ഷെ വാഷിംഗ് മെഷീനിൽ ഉള്ളത് എടുത്ത് ഉണക്കാനിടാൻ മറന്നു. അതുകൊണ്ട് അവള് യൂണിഫോം അവസാനം ട്രൈ ഒക്കെ ചെയ്തു. ഇനിയിപ്പോ അടുത്തത് ഞാൻ എടുത്തു. അപ്പൊ ഒരു പേർ യൂണിഫോം ഇട്ടിട്ടാണ് നാളെ ഒരു ദിവസം. എന്താ വെച്ചാ അത് ഇമ്പോർട്ടന്റ് ആണ്. ഹേ, പിന്നെ ഒരു പെയറ് കൂർഗിക്ക് രണ്ട് ഇതാണ് എന്താ പറയാ, 2 പ്ലേസസ്. ഒരു പ്ലേസിന് യൂണിഫോം ഇടണം, അടുത്ത പ്ലേസിന് കളർ ഡ്രസ് ഇടാം. അപ്പൊ അതിന് വന്നിട്ട് ഒരു ഔട്ട്ഫിറ്റ് കടക്കാനുള്ളപ്പോ ഒരു ഔട്ട്ഫിറ്റ് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ, പിന്നെ ഒരു എക്സ്ട്രാ ഔട്ട്ഫിറ്റ് അത് എനിക്ക് എടുക്കണം തോന്നി. പിന്നെ ഒരു പുതപ്പെടുത്തു. പിന്നെ വേറൊന്നും കാണിക്കണില്ല. സ്കിൻ കെയർ കാണിക്കും. സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം 30 ദിവസം പോവാണെന്ന് വിചാരിക്കും. അത് കാണിച്ചു തരാം. എന്റെ ജ്വല്ലറി, കല്യാണത്തിനാ പോണ്. ഇത് എന്റെ മേക്കപ്പ്. ആ, സ്കിൻ കെയർ കാണിക്കുവോ? എന്റെ സ്കിൻ കെയർ ഞാൻ ഇതിന്റെ അത് പൊന്തിനേ ഇല്ല കണ്ടു. സാധനങ്ങൾ അതിന്റെ ഉള്ളില് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്തോരോ സാധനങ്ങൾ. എനിക്ക് വേണ്ട കുറച്ച് ഇതാ. ബാഗ് വലിയൊരു പെട്ടി എടുത്തിട്ടാണ് ആള് പോകും. ഇതിന്റെ ഉള്ളിൽ എക്സ്ട്രാ
എക്സ്ട്രാ കവറുകളുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്റെ ID കാർഡ്, പിന്നെ ID കാർഡ് തേരാപ്പാരാന്ന് അവിടെ താഴെ കിടക്കണ്ടായിരുന്നു 3 ദിവസമായിട്ട് സ്കൂളിന്റെ. തരയുണ്ടായിരുന്നു. പിന്നെ ഒരു ചീപ്പ്, ചീപ്പല്ല ചീർപ്പ്. ഇത് നോക്കിക്കോ. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാല് ക്ലിപ്പ്, ബണ്ണ്, കമ്മല്, ആ ബണ്ണ് കാണിക്ക്. ഞാനത് പറയണം വിചാരിച്ചു, കാണിക്കാന്ന് വിചാരിച്ചു. എവിടെ ക്യാമറ എവിടെ കാണിക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞൊരു ബോക്സ് നിറച്ചും ഇങ്ങനെ ബണ്ണുണ്ട്. ഞാൻ റനക്കുട്ടിക്കല്ല ചുച്ചുക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. നല്ല രസമാണ്. ഡെയിലി രാവിലെ ഓരോന്ന് വെച്ച് കൊടുക്കുക. തിരിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് കിട്ടും സ്കൂളിൽ പോയിട്ട്. ഈ സാധനമൊക്കെ നീടും. നമ്മുടെ ഇച്ചു ബേബി വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് അളക്കാനും വേണ്ടിയിട്ട്. ഇച്ചുബി ഹലോ സംസാരിക്കാനാണ്. അതിൻ്റെ ഉള്ളിൽ അവള് കേറി ഇരിക്കണ്ടായിരുന്നു. അപ്പൊ സെറ്റല്ലേ? എപ്പ പോയി എപ്പ വരും? തലക്കാണി വരെ എടുത്തിട്ട് പോകുന്നുണ്ട്. റനാന്റെ സൈസാണ് പെട്ടി. അവൾ കുന്തി കളിക്കാൻ. എങ്ങോട്ട് പോണ്? ബൈ. അപ്പോൾ റനക്കുട്ടി ഇറങ്ങാനായിട്ടുണ്ട്. പൈസ ചോദിച്ചിട്ടുണ്ട് ചെലവിന് വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലധികം പൈസ ഒന്നുമില്ല, പക്ഷെ അവൾ ചോദിച്ചല്ലേ പാവം കൊടുക്കാം. എത്ര അവൾക്കറിയില്ല ഞാൻ കൊടുക്കണം, ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1000 അത് കൊടുക്കാമെന്ന് വിചാരിച്ചു, സർപ്രൈസായിട്ട്. ഇനി പോകുമ്പോൾ ഊതി കൊടുത്തിട്ട് പറഞ്ഞേക്കണം. അവൾ പോകുന്ന സത്യം എനിക്ക് നല്ല സങ്കടം ഇട്ടിട്ട്, പക്ഷെ അവളുടെ സന്തോഷം നമ്മൾ ഇതാക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞേക്കണം. 3 ദിവസം ഞാൻ ഒറ്റപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യും. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമാധാനം. അതെ, നീ പോയിട്ട് വേണം. ഇവിടെ നല്ല ബിരിയാണി, MSP ചിക്കൻ, ഐസ്ക്രീം, അവിടെ നല്ല ഉണക്ക ഇഡലിയും ചമ്മന്തി, ദോശയും ഉപ്പുമാവും ഒക്കെ ആയിരിക്കും മിക്കവാറും. നീ പറഞ്ഞില്ലേ മെനു പറഞ്ഞില്ലേ? ഇഡലി, ചമ്മന്തി, ദോശ. ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് ആര് പറഞ്ഞു? ഇല്ല മോളെ നീ ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്താ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അല്ലേ? നമുക്ക് എന്താണ് ഇവരില്ലെങ്കിൽ. എന്റെ വീഡിയോസ് ഒന്നും റനക്കുട്ടി കാണൂല, അതുകൊണ്ട് എനിക്ക് എന്തും വീഡിയോയില് പറയാം. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല ഈ പോയാലും. ഞാൻ കരയണൊന്നുമില്ല, എന്റെ കണ്ണ് നോക്കി എത്ര സ്ട്രോങ് ആണ്. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ റനക്കുട്ടി ഇറങ്ങാൻ പോവാണ്. ഞാനൊന്നും പൈസ തരുന്നില്ല, എന്റെ പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. അത് സാരില്ല, നീ ഉള്ളത് ഗിഫ്റ്റ് ഒന്നും വേണ്ട, നീ അവര് തരുന്നത് തിന്നിട്ട് ഇരുന്നാ മതി. സ്ട്രീറ്റ് ഫുഡ് കഴിക്കണ്ട. ഇല്ല തന്നെ എന്റെ പൈസ കണ്ടു വെച്ച് വലത് കയ്യിൽ തരാം. എന്റെ വലത് കൈ അയാന്റെ യഥാർത്ഥ സ്വഭാവം കേട്ടില്ല. ബാക്ക് സൗണ്ട്, അതാണ് അയാന്റെ യഥാർത്ഥ സൗണ്ട്. പുറകെ നിന്നിട്ട് ഇങ്ങനെ അച്ഛനാണ്. വേണ്ട മാത്രം ശരിയാണ്. അത് എന്നെ കാണുമ്പോ അതിനൊരു ചെറിയാനൊരു ഇഷ്ടം. നോക്കാൻ തട്ടി വിടണം നോക്ക്. അയാൻ വേണ്ട അയാൻ. അപ്പൊ റനക്കുട്ടിക്ക് ഞാൻ 200 രൂപ കൊടുക്കുകയാണ്. ഞാൻ 1000 കൊടുക്കണം. പറ്റാത്ത ആളിന്ന് ഒരു 2000 കൊടുത്ത് കാണിക്കട്ടെ. 2000 കൊടുത്തു. അത്രയ്ക്ക് അന്തസ് ഉണ്ടെങ്കിൽ 2000 കൊടുക്കും. 500 തരാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ. എന്തായാലും അത് സ്നാക്സ് വെച്ചു. ഏതായാലും അമ്മക്ക് ബദല് ഞാൻ പ്രാർത്ഥിക്കാം.
അന്ത തരുമ്പോഴൊന്നുമില്ല വാങ്ങൂട്ടി. ഞാൻ അതുകൊണ്ടാണ് ദിവസം കഴിക്കുന്നത്. വെയിറ്റ് ഉണ്ടോ? എത്ര വാങ്ങേണ്ടത്? 1000 ചോദിച്ചാൽ 300 കിട്ടും. ശോകമൂകനായി ദീദി പോണ വിഷമത്തിൽ ശോകമൂകനായി ഇരിക്കുന്ന ഹയാൻ എന്നറിയോ, ദീദി കിട്ടിയ പൈസ പോക്കറ്റ് മണി കിട്ടിയത് അവനങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല ഗൈസ്. ആ വിഷമത്തിലാണ് ആളവിടെ ഇരിക്കുന്നത്. ഹയാൻക്ക് എത്ര വേണം ഇപ്പൊ പറഞ്ഞു തരും. ശരിക്കും പറയും. 300 എന്തിന്? നേരത്തെ എന്തോ പറഞ്ഞല്ലോ ദീദിക്ക് മാത്രം കൊടുത്ത്. അസ്സലാമു അലൈക്കും. എല്ലാം എടുത്തില്ലേ? സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകുക. ബസിന്റെ പുറത്ത് കൈയിടണ്ട, ഓവർ ചാടി കളിക്കണ്ട. സെന്റർ സീറ്റിലിരിക്കുക. ബാക്കി പോയിരിക്കണ്ട, ചാടും അലങ്ങറാവും. ആരിക്കാലോ. ഓക്കെ. റനക്കുട്ടി പോയി കഴിഞ്ഞതും പിന്നെ മൊത്തത്തിലൊരു ശൂന്യതയായിരുന്നു കേട്ടോ. കാരണം എനിക്കിപ്പോൾ എന്ത് വേണമെങ്കിലും അവളാണ് കേട്ടോ ചെയ്തുതരാം. എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ തോന്നണമെന്നൊക്കെ വെറുതെ ഇങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് വെച്ചിട്ട് അവൾ എന്ത് ചെയ്യും, സൊമാറ്റോയിലോ മറ്റേത് മറിച്ചതോ ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് തരലും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ. അപ്പോൾ അവൾ പോയതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തോന്നി. എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹയാൻ സ്റ്റാർട്ട് ചെയ്ത് തന്ന്. എന്നിട്ട് ഞാൻ അപ്പുറത്ത് അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ട് കൊടുത്ത് സെൽഫൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നു. വണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ, 2 ദിവസം ആവുമെന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ അതിന് ശേഷം വീട്ടിലേക്ക് വന്ന് ചപ്പാത്തി ആയിരുന്നു, പിന്നെ ഒരു ഗ്രേവി, അതിലേക്ക് സോസേജും കൂടെ ഇട്ടിട്ട് മുട്ടയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലൊരു ഗ്രേവി ആക്കിയിട്ട് ചപ്പാത്തിൻ്റെ അടിയിൽ വെച്ച് മക്കൾക്കും കൊടുത്ത് ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടാറില്ല, പക്ഷേ ഇവിടെ കിടക്കട്ടെ ഏതായാലും വിചാരിച്ചിട്ട് നമ്മുടെ കാഷ്വൽ ടോക്കൊന്നും ഇടാറില്ല. എപ്പോഴും കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസിപ്പീസും മറ്റതും മറിച്ചതൊക്കെ ഭയങ്കര എഡിറ്റിംഗ് ഒക്കെ ആയിട്ടല്ല നമ്മളിടുക. പക്ഷേ ഏതായാലും ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒറ്റക്കൈയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഒറ്റക്കൈയിലാണ് കുക്കിങ്ങും, അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ എവിടെ കുക്കിയോ പോകുന്നത് കേട്ടോ. പിന്നെ ഇത് ഇച്ചു ബേബിക്ക് മുട്ട ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ പുറത്ത് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അവളങ്ങനെ കഴിച്ചോളും. നിങ്ങളുടെ മക്കളൊന്നും കഴിക്കണില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ മുട്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടെൻഷനും ഒഴിവായി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്റ്റഫാക്കിയിട്ട് മക്കളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് വാരി കൊടുത്ത് ബാക്കിൽ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.